RSS മേധാവി മോഹൻജി ഭാഗവതിൻ്റെ ഒരു പ്രസംഗം കിട്ടും. എനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്ത പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. പക്ഷേ എന്നെ ആകർഷിച്ച ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. അതേ ഒരു കഥ പറഞ്ഞു. ഒരു കടുവാക്കുഞ്ഞ് ആട്ടിൻ പറ്റത്തിനോടൊപ്പം വളരുകയായിരുന്നു. അവനങ്ങനെ ആടുകളെ പോലെ അവരുടെ കൂടെ ജീവിച്ചു. അവനൊരു ആടാണെന്ന് കരുതി. അങ്ങനെ അവൻ വലുതായപ്പോഴും അവൻ ആടാണെന്നാണ് കരുതിയത്. അവനിങ്ങനെ ആടുകളോടൊപ്പം കളിച്ച് ഇങ്ങനെ നടന്നു. അവൻ്റെ ബലം മനസ്സിലായില്ല. അങ്ങനെ ഇരിക്കെ പുറമേ നിന്നും മറ്റൊരു കടുവ വന്നു. ഇവനെ കണ്ട് അത് വെല്ലുവിളിച്ചു, ഇവനെ ആക്രമിക്കാൻ വന്നു. അങ്ങനെ അവൻ അതിനോട് മല്ലിട്ടപ്പോഴാണ് അവന് മനസ്സിലായത്, ഞാനൊരു ആട്ടിൻ കുഞ്ഞല്ല, ഞാൻ മഹാബലവാനായ ഒരു കടുവയാണെന്ന് മനസ്സിലായത്. അദ്ദേഹം ഈ കഥ പറഞ്ഞത് സ്വാഭിമാനത്തെക്കുറിച്ച് പറയാനാണ്. ഒരു മനുഷ്യന് ഏറ്റവും വേണ്ട തിരിച്ചറിവ് സ്വാഭിമാനമാണ്. അത് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾക്കില്ല എന്ന് സൂചിപ്പിക്കാനാണ്. നിങ്ങളിങ്ങനെ ആട്ടിൻ കുഞ്ഞുങ്ങളെ പോലെ കഴിയുകയാണ്, നിങ്ങളുടെ വലിയ ശക്തി തിരിച്ചറിയുന്നില്ല എന്ന് അദ്ദേഹം പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഥ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം 3 കാര്യങ്ങൾ ഊന്നി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത്. 1 സ്വാഭിമാനത്തെക്കുറിച്ച് പറഞ്ഞു, 2 ജാതി വ്യവസ്ഥ ഇല്ലാതാവുന്നതിനെക്കുറിച്ച് പറഞ്ഞു, 3 നമ്മുടെ നാട്ടിലെ ജനന നിരക്ക് ഒരു 3 കുട്ടികൾ 2.1 ആണ് അച്ചീവ് ചെയ്യേണ്ടത് ഇപ്പോൾ ഉള്ളത്. അത് 3 തരത്തിലേക്കെങ്കിലും ഹിന്ദു കുടുംബങ്ങളെ അദ്ദേഹം ഊന്നി പറയുന്നത്. അതിലെങ്കിലും അച്ചീവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അപ്രസക്തരായി പോകും, ഇല്ലാതായി പോകുമെന്ന് പറയുന്നു. അദ്ദേഹം മറ്റൊന്നുകൂടെ പറഞ്ഞു, ഈ സ്മൃതികൾ ഉണ്ടായ കാലത്ത് മാനവധർമ്മം എന്നാണ് എഴുതി വെച്ചത് സ്മൃതികളെ. അതിന് കാരണം നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ വേറെ മതം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, പക്ഷേ എല്ലാവരും മാനവധർമ്മം എന്ന് എഴുതി വെച്ചിരുന്നു. ഇപ്പോഴും അതുകൊണ്ട് നമ്മളേ ഉള്ളൂ, അതുകൊണ്ട് വേറെ മതം അന്ന് വേണ്ടിയിരുന്നില്ല, അതിപ്പോൾ തിരിച്ചറിയണം എന്നൊക്കെ പറയുന്നു. വളരെ സാർത്ഥകമായ ശ്രദ്ധേയമായ ഒരു പ്രസംഗമായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നു അതിൽ ഈ 3 പോയിന്റുകൾ, 1 ജാതി വ്യവസ്ഥ ഇല്ലാതാവുക, ഹിന്ദുക്കൾ സ്വാഭിമാനം തിരിച്ചറിയുക, അത് ഞാൻ താഴേന്ന് വായിക്കുകയാണ്. 1ാമത് അദ്ദേഹം പറഞ്ഞത് ഈ ജനന നിരക്ക് കൂട്ടുക എന്നുള്ളത്. അപ്പോൾ അതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട്. നമ്മുടെ സർക്കാരും ഒക്കെ പറയുന്നത് ജനന നിയന്ത്രണം വേണം, നമ്മുടെ റിസോഴ്സസ് വിഭവങ്ങൾ പരിമിതമാണ്, രാജ്യം നമ്മൾ 2ാമത്തെ ജനസംഖ്യയുള്ള രാജ്യമാണെങ്കിലും ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ചൈനയുടെ അത്ര ഭൂമി നമുക്കില്ല. അതുകൊണ്ട് ചൈനയാണ് നമ്പർ 1 എങ്കിലും നമ്മൾ 2ാമതാണെങ്കിലും ഫലത്തിൽ 1ാമത്തെ അവസ്ഥയാണ്. നമുക്ക് ഭൂമിയില്ല. ചൈനയ്ക്ക് വലിയ വാസ്റ്റായിട്ടുള്ള ഒരു ജിയോഗ്രാഫിക്കൽ റേഞ്ചുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജനസംഖ്യ വർധനവിനെ കുറിച്ചാണ് അദ്ദേഹം. പക്ഷേ ഞാനത് മനസ്സിലാക്കുന്നത് മുഴുവൻ പേരുടെ ജനസംഖ്യയല്ല, ഹിന്ദുക്കളുടെ ജനസംഖ്യ കൂടുക എന്നതിനെ കുറിച്ചാണ് മോഹൻജി പറഞ്ഞത്, അല്ലേ? അതെ, അത് ഹിന്ദുക്കളുടെ ജനസംഖ്യ ഈ കുറഞ്ഞു വരുന്നു എന്നുള്ളത് വളരെ കാലമായിട്ട് തന്നെ, കുറഞ്ഞത് ഒരു 100 നൂറ്റാണ്ട് കാലമായിട്ടെങ്കിലും ഇന്ത്യയിൽ ചർച്ച ചെയ്ത് വരുന്നൊരു സംഗതിയാണ്. കാരണം ശ്രദ്ധാനന്ദയുടെ ഹിന്ദു സംഘടൻ എന്ന് പറഞ്ഞൊരു പുസ്തകം, ഹിന്ദു ഐക്യം, അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. ഞാനത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്നോട് ആര്യസമാധാനം ചോദിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് പഴയ കാലം മുതലുള്ള കണക്കുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഹിന്ദുക്കൾക്ക് ജനസംഖ്യ കുറഞ്ഞു പോയത്, ഇന്ത്യയിൽ എങ്ങനെയാണ് പിന്നെ മുസ്ലിങ്ങളുടേത് ഇങ്ങനെ കൂടിക്കൂടി പെർസെൻറ്റേജ് ജനസംഖ്യയിൽ കൂടിക്കൂടി വരുന്നത് എന്നുള്ളതിൻ്റെ. ഒന്നാമത് നമ്മൾ ബാല്യവിവാഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ബാല്യവിവാഹങ്ങളുടെ കാലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ വിധവയൊക്കെ ആയിട്ട് പോവും. വിധവാ വിവാഹം എന്ന് പറഞ്ഞൊരു സംഗതി ഹിന്ദു സമുദായത്തിൽ ആലോചന ഉണ്ടായിരുന്നില്ല, സമ്മതിക്കില്ല. ഈ വല്ല 70 80 വയസ്സുകാരന് ഉള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ പിടിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുമുണ്ടല്ലോ യുവതികളെ, അവർ മരിച്ചു പോകും, അപ്പോഴും വിധവയാവും. അങ്ങനെ ഈ വിധവാ വിവാഹം എന്ന് പറഞ്ഞിട്ടൊരു ആശയം ഇല്ലാതിരുന്നത് കൊണ്ട് ഈ ബാലവിവാഹം എന്നുള്ളത് തന്നെ ഈ ഹിന്ദു ജനസംഖ്യയുടെ വേരർത്തൊരു പരിപാടിയാണെന്ന് ശ്രദ്ധാനന്ദ അതിൻ്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ വിധവകളും യുവവിധവകളൊക്കെ ഹിന്ദു സമുദായത്തിലൊക്കെ കൂടി വരുമ്പോൾ അവർക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടൊക്കെയാണ് പിന്നെ അവർ വേറെ ചില ബന്ധങ്ങളിലൊക്കെ പെട്ട് കൺവേർഷനും ഒക്കെ വിധേയരായിട്ടൊക്കെ അങ്ങനെ ഹിന്ദു സമൂഹത്തിന് വെല്ലുവിളികൾ ഉണ്ടായതായിട്ടും പിന്നെ അധിനിവേശങ്ങൾ, ഇങ്ങനെ ഹിന്ദു ജനസംഖ്യ കുറയാനായിട്ട് ഇന്ത്യയിൽ ധാരാളം കാരണങ്ങൾ ഉണ്ടായതായി ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം നാഗ്പൂരിൽ കഴിഞ്ഞ ദിവസം ഈ ഖഥാലെ കുലസമ്മേളനം എന്ന് പറഞ്ഞ സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ ഡെമോഗ്രഫി വെച്ചിട്ടാണ്, ജനസംഖ്യ ശാസ്ത്രം വെച്ചിട്ടാണ് മോഹൻ ഭാഗവത് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ പോപ്പുലേഷൻ ജനസംഖ്യ നയം 1998 2002 കാലത്തൊക്കെ ഉണ്ടായപ്പോൾ അതിൻ്റെ അകത്ത് ശരിക്കും പറയുന്നുണ്ട് 2.1 ആയിരിക്കരുത് നമ്മളുടെ വാർഷിക ജനന നിരക്ക്. ജനന നിരക്ക് 2.1 ആണെങ്കിൽ സംഖ്യാശാസ്ത്രത്തിൽ പറയുന്നത് ആ സമുദായം വംശനാശം നേരിടുന്നു എന്നാണ്. 2.1 ഇതിൽ 0.1 എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടാവില്ല. ടോട്ടൽ നിരക്കെടുക്കുമ്പോഴാണ് അങ്ങനെ 0.1 എന്ന് പറയുന്നത്, ഫ്രാക്ഷൻ. അപ്പൊ 2.1 കുട്ടി ഉണ്ടാവണമെന്ന് നമുക്ക് ആളോട് പറയാൻ പറ്റാത്തതുകൊണ്ട്, അതായത് ഹിന്ദു സമുദായത്തിൽ ഇപ്പോൾ 2.1 ആണ്. ഇത് അത് കാണിക്കുന്നത് നമ്മുടെ നിലനിൽപ്പ്, സാംസ്കാരിക വ്യക്തിത്വം ഇതൊക്കെ അപകടത്തിലാണ്, കുടുംബം അപകടത്തിലാണ്. അതായത് ഈ സമുദായം ഇല്ലാതാവുകയാണ്. ഈ വംശനാശത്തിനെ പറ്റിയാണ് നേരത്തെ ഹിന്ദു സംഘടന എന്ന് പറഞ്ഞ പുസ്തകത്തിലൊക്കെ പറഞ്ഞിരുന്നത്. ഹിന്ദു സമുദായം നേരിടുന്ന വംശനാശം അതൊരു ത്രെട്ടാണ്, അതൊരു റിയൽ ത്രെട്ടാണ്. അപ്പോൾ ഈ 2.1 ആണെന്നുള്ളത് നമ്മൾ കണ്ടപ്പോൾ ഹിന്ദു സമുദായം വംശനാശത്തിലേക്ക് പോവുകയാണെന്ന്. അപ്പോൾ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഡാറ്റ 2021 റിലീസ് ചെയ്തു. നാഷണൽ ഫാമിലി ഹെൽത്ത് ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ കണക്കുകൾ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് കുറഞ്ഞു വരുന്നത്, ഭയങ്കരമായിട്ട് കുറഞ്ഞ് 2.1 വന്നത് കണ്ടത്. എന്താണെന്ന് വെച്ചാൽ 2015-16 ഇത് 2.2 ആയിരുന്നു. ആ 2016 2.2 ആയിരുന്നു. അതിപ്പോൾ 2019-21 2ആയി. ഇപ്പം 2ആണ്, 2.1 പോലുമല്ല, 2ആണ്. 2.1 എന്ന് പറഞ്ഞാൽ തന്നെ വംശനാശം. അതിലും കീഴ്പോട്ട് വന്നു. 3 വേണ്ടടുത്ത് 2. അപ്പം മിനിമം 3 ആകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ദ ലാൻസെറ്റ് ജേണൽ എന്ന് പറഞ്ഞ ആഗോള ജേണൽ ഉണ്ടല്ലോ, അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇന്ത്യയുടെ. അത് 1950 6.2 ആയിരുന്നു, 6.2. അവിടുന്നാണ് 3 എത്തിയിരിക്കുന്നത്. 6.2 1950. അതിൽ നിന്നാണ് 2021 ഇപ്പോഴത്തെ 2 എത്തിയിരിക്കുന്നത്. ഇപ്പം ഇത്തിരിയും കൂടി കുറഞ്ഞിട്ടും ഉണ്ടാകാം. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഇന്ത്യയുടെ 2050 1.04, 2100 അതായത് 2050 1.29, 2100 1.04. ഇങ്ങനെ കുറയാനായിട്ട് പോവുകയാണ്. ശരിക്കും വംശനാശം 2100 3000-ലെത്തുമ്പോൾ 3000-ലെത്തും. അതെ, അല്ല ഇതിൽ 2050 2100 പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റല്ലേ? അല്ല, ഇപ്പൊ 2024 ആയിട്ടുള്ളൂ, 75 കൊല്ലത്തിന്റെ ഇടയ്ക്ക്. അടുത്ത 50 ഫിഗർ 2100 എന്ന് പറയുമ്പോൾ 2020 വർഷം. ഇപ്പൊ 2024. അപ്പൊ ഇനി 75 കൊല്ലം കഴിയുമ്പോൾ 2100. ശരി ശരി, 50-75 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഹിന്ദുക്കൾ വംശനാശം നേരിടുന്നു. ഇത് ഏതാണ്ട് ഒരു നൂറ്റാണ്ടായിട്ട് ഈ പറഞ്ഞ പോലെ ഈ മറ്റേ ശ്രദ്ധാനന്ദ എഴുതിയത് തന്നെ കൽക്കട്ടയിലെ ഒരു ഡോക്ടർ പോയി അദ്ദേഹത്തിനെ ഉപദേശിച്ചിട്ടാണ്, നമ്മൾ വംശനാശം നേരിടുകയാണ് കേട്ടോ, നിങ്ങളിത് അഡ്രസ്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഉപദേശിച്ചിട്ടാണ് അദ്ദേഹം ആ പുസ്തകം എഴുതുന്നത്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, പ്രചരിപ്പിക്കുന്നില്ല, അച്ചടിക്കുന്നില്ല ഇത്തരം. പക്ഷെ അത് ശ്രദ്ധിക്കുന്ന വേറെ സമൂഹങ്ങൾ, സമുദായങ്ങളൊക്കെ, മതങ്ങളും ഒക്കെ അവർ കൃത്യമായി അവരുടെ പണി ഫാക്ടറി പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കൾ 6% ഒക്കെ കുറഞ്ഞ് ഈ 2 എത്തുമ്പോൾ മറ്റേത് 6%-7% ഒക്കെ കൂടിയിട്ടുണ്ട്. ചൈൽഡ് മേക്കിംഗ് ഫാക്ടറീസ് ആണ്. അതെ, അങ്ങനെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ മാത്രമല്ല ഈ ഹിന്ദു സമുദായത്തിൽ ഇപ്പോൾ നിൽക്കുന്ന, കാരണം ഹിന്ദു മതം ഒരു ഭയങ്കര ഇൻക്ലൂസീവായിരുന്നു, വന്നവരെയൊക്കെ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ച് നമ്മുടെ പോർഷൻ, നമ്മുടെ കേക്കിൻ്റെ ഭൂരിഭാഗവും നമ്മൾ അവർക്ക് കൊടുത്തു. ഇപ്പോൾ നമുക്കൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ഇൻക്ലൂസീവ് ആയിരുന്നു വന്നു ചേർന്നവർ, പക്ഷേ ഇൻക്ലൂസീവ് ആയിരുന്നില്ല, അവർ എക്സ്ക്ലൂസീവാണ്. അതെ, അവർ എക്സ്ക്ലൂസീവായിട്ട് മാറി. നമ്മൾ ഇൻക്ലൂസീവ്. ഈ ഹിന്ദു മതത്തിലെ നിയമങ്ങളൊന്നും ബാധകമായിരുന്നില്ല. നമ്മളിപ്പോൾ ഒരു വിവാഹമേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരം നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ലായിരുന്നു.
പിന്നെ അതിന്റെ കൂടെയാണ് ഇദ്ദേഹം പറഞ്ഞ ഈ അയിത്തം തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പറഞ്ഞില്ലേ, അത് RSS എന്നും പ്രഖ്യാപിതമായിട്ടുള്ള ഒരു അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഒരേ സമുദായത്തിൽ തന്നെ വിവാഹം പാടുള്ളൂ എന്നൊക്കെ പറയുന്നതൊക്കെ ഈ അയിത്തത്തിന്റെ ഒക്കെ ബാധകമായിട്ടാണല്ലോ, എല്ലാം കൂടി ചേർന്നാണ് പോകുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം അവിടെ ഊന്നിയൊരു കാര്യം എന്താണ്, കുടുംബം എന്ന് പറഞ്ഞ സങ്കല്പം. അത് ഇന്ത്യ ലോകത്തിലേക്ക് കൊടുത്തിട്ടുള്ള വലിയ ഒരു കുടുംബം ഉള്ളതുകൊണ്ടാണ് ഹിന്ദു മതം നിൽക്കുന്നത്. അതെ, ആ കുടുംബത്തിൽ ശ്രദ്ധിക്കണം, അങ്ങനെ നമുക്കിങ്ങനെ വേണമെന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ വേറൊരു ലേഖനം വായിച്ചു. അതായത് 1960കളിലും 70കളിലും ഒക്കെ ഈ ഹിപ്പി പ്രസ്ഥാനം, അരാജകവാദികൾ ഒക്കെ ഉണ്ടായില്ലേ ഒരുപാട് പടിഞ്ഞാറ്. ഇവര് അന്ന് വിവാഹം വേണ്ട എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് അരാജകവാദവും ലൈംഗിക അരാജകത്വവുമായിട്ട് നടന്ന ആളുകള് ഇപ്പൊ വൃദ്ധസദനങ്ങളിലാണെന്ന്, നോക്കാൻ ആരുമില്ലാതെ. ശരിയാണ്. അത് മാത്രമല്ല, ഇത്തവണത്തെ വിജയദശമി പ്രസംഗത്തിൽ മോഹൻജി പറഞ്ഞത് ഉപയോഗിച്ച ചില വാക്കുകളുണ്ട്. അതിൽ വോക്കിസത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ വോക്കിസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ കുടുംബം വേണ്ട, കുട്ടികൾ വേണ്ട, കല്യാണം വേണ്ട, ഈ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടത്തിവിടുകയാണ്. അത് സ്വാധീനിക്കുന്നത് ഹിന്ദുക്കളെ മാത്രമാണ്. കുടുംബം വേണ്ട, കല്യാണം വേണ്ട, കല്യാണം കഴിച്ചാൽ തന്നെ കുട്ടികൾ വേണ്ട, ഒരുമിച്ച് താമസം മതി, ലിവിങ് ടുഗദർ മതി, വിവാഹം വേണ്ട, LGBTQ ഇങ്ങനെയുള്ള കുറേ ആശയങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പിൻപറ്റുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനിയല്ല, മുസ്ലിമും അല്ല, ഹിന്ദുക്കൾ മാത്രമാണ്. അപ്പോൾ കുടുംബം എന്ന ഘടന തകർക്കാനുള്ള ശ്രമം അല്ല. വേറൊരു പ്രശ്നം ഇന്ന് ഞാൻ വായിച്ച പ്രബന്ധത്തിലുണ്ട്. അവര് വൃദ്ധസദനങ്ങളിൽ നിന്നുള്ളത് മാത്രമല്ല, അങ്ങനെ ആ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ മൊത്തം ആ കാലഘട്ടത്തിലെ സമൂഹം ഇങ്ങനെ ചിന്തിച്ചല്ലോ, നമുക്ക് വിവാഹം വേണ്ട, വിവാഹിതവര് തന്നെ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ചല്ലോ. അപ്പോൾ അവിടുത്തെക്കാരായ ആളുകളുടെ മാൻ പവറില്ലേ, അതില്ലിപ്പോ ഓരോരോ കാര്യങ്ങൾക്ക് തൊഴിലിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അവിടുത്തെക്കാരായ മാൻ പവറില്ല. എന്നിട്ട് അതിൽ ചോദിക്കുന്നുണ്ട്, ചില ക്രിക്കറ്റ് ടീം, ഫുട്ബോൾ ടീമുകളൊക്കെ ചില രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ കാണുന്നില്ലേ, യൂറോപ്പിലെ മുഴുവൻ കറുത്തവർഗക്കാരൊക്കെയാണ് അതില്. കാരണം ഹയർ ചെയ്യാണ്, കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ചിട്ട് അവിടുത്തുകാരെ അല്ലാതെ ആയിമാറുകയാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ യൂറോപ്പിലോ പടിഞ്ഞാറോ ഒക്കെ ഈ വെളുത്ത വർഗം എന്ന് പറയുന്നതൊക്കെ ഇല്ലാതാവുന്ന വലിയ വംശനാശം അങ്ങനെ വരുന്നുണ്ട്. അല്ല, വോക്കിസം ഈ പറഞ്ഞ അത് ഉണ്ടായ രാജ്യങ്ങളെ തന്നെ തകർത്തു. നമുക്ക് നോക്കിയറിയാം. ഇപ്പോൾ UK നോക്കിയറിയാം, അവിടുത്തെ ഭരണം എങ്ങനെയാണ്. അവിടെ ഈ മൈഗ്രൻ്റായിട്ട് വന്ന ആളുകൾ മെജോറിറ്റി ആയതിൻ്റെ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആളുകൾ ഇത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നത് നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത് അതിൻ്റെ ഗൗരവത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് നമ്മൾ ഈ ഇന്ത്യയിൽ ഈ ജനസംഖ്യ കൂടാൻ പാടില്ല എന്ന് പറയുമ്പോഴും ഈ കുടുംബം വേണം, കുടുംബത്തിൽ 3 കുട്ടികൾ വേണം എന്നുള്ള നിയമമൊക്കെ വേണം. അതെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ പവർ പ്രശ്നം. ഇപ്പം നമ്മൾ യൂറോപ്പും പാശ്ചാത്യ ലോകം നേരിടുന്ന മാൻ പവർ പ്രശ്നം എന്ന് പറഞ്ഞില്ലേ, ജനസംഖ്യ ഉണ്ടെങ്കിലല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യ ശേഷിയുള്ളൂ. ചൈനീസ് പട്ടാളത്തിൻ്റെ ഒരു ലേഖനം ഞാൻ ചൈനീസ് പട്ടാളത്തെ കുറിച്ച്. അവിടെ പട്ടാളത്തിൽ ചേരാൻ ആളില്ല, ഒരു കുട്ടിയേ ഉള്ളൂ. അപ്പോൾ ഉള്ള ചൈനീസ് പട്ടാളത്തിന് വയസ്സാകുന്നു, യങ്സ്റ്റേഴ്സിനെ കിട്ടുന്നില്ല. ഒരു കുട്ടിയുള്ളവരെ പട്ടാളത്തിൽ വിടാനായിട്ട് മാതാപിതാക്കൾ തയ്യാറുമല്ല. ഒരു വലിയ ക്രൈസിസ് ചൈനീസ് ആർമി നേരിടുകയാണ് എന്നൊരു ആർട്ടിക്കിൾ ഞാൻ ഏതോ ഒരു വിദേശ പ്രസിദ്ധീകരണത്തിൽ ഒരു കുട്ടി സംഗതിയൊക്കെ മാറ്റി. ഈ മാൻ പവർ എന്ന് പറഞ്ഞത് തന്നെയാണ് എല്ലാ രാജ്യത്തിനും. പട്ടാളക്കാരെ വേണ്ടേ രാജ്യത്തിന്റെ അതിർത്തി സൂക്ഷിക്കാനായിട്ട്? വേറെ രാജ്യത്തിൽ നിന്ന് ആളുകൾ വന്നിട്ട് അവർ നമ്മുടെ അതിർത്തി സൂക്ഷിച്ചു തരുമോ? ആ രീതിയിലേക്കാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും പോകുന്നത്. ഈ 60കളിലെയും 70കളിലെയും റഷ്യ കാണുന്നില്ലേ, കൊറിയ നാളെ കൊണ്ടുവരുന്നു, കൊറിയെന്ന് വന്നിട്ടുണ്ട് ആളുകൾ, കൂലിപ്പട്ടാളക്കാരെ എടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഏതായാലും മോഹൻജിയുടെ ഈ പ്രസംഗം നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രധാനമായ ആ പ്രസംഗത്തിന്റെ സത്ത എന്ന് പറയുന്നത് കുടുംബം നിലനിർത്തുക. കൂട്ടത്തിലും നോക്കണം, നമ്മൾ എത്രയോ വൈദേശിക ആക്രമണങ്ങൾ, മുഗളന്മാരും ഹൂണന്മാരും പിന്നെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ വന്നിട്ടും നമ്മുടെ രാജ്യം മാത്രമല്ല ഹിന്ദു മതവും ഇങ്ങനെ നിന്നത് കുടുംബം എന്നുള്ള അടിസ്ഥാന യൂണിറ്റ് ഭദ്രമായതുകൊണ്ടാണ്. ഇപ്പോൾ ആ യൂണിറ്റ് തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ അജു വർഗീസ് എന്ന് പറഞ്ഞൊരു നടനില്ലേ, അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ആശംസ നേരുമെന്ന് പറഞ്ഞിട്ടൊരു ചിത്രം ഞാൻ ഇന്നലെ കണ്ടു. ഞാൻ ആ ചിത്രം പലതവണ നോക്കി. എന്താണെന്ന് വെച്ചാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കുടുംബചിത്രം കാണുന്നത്. 5 കുട്ടികൾ. അതെ, പക്ഷേ അതിനകത്തൊരു സാമൂഹ്യ പ്രശ്നമുണ്ട്.
കാരണം കുട്ടികൾ കൂടാം എന്ന് പറയുമ്പോൾ എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ഇന്നത്തെ ലോകത്ത് പരിപാലിക്കും വളർത്തിയെടുക്കും എന്നൊരു ചോദ്യമുണ്ട്. അതുകൂടി അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അതെ, ഈ 3 കുട്ടികൾ എന്ന് പറയുമ്പോൾ ആ രീതിയിൽ ഞാൻ ആലോചിച്ചിരുന്നു, അവർക്ക് എന്തൊക്കെ സൗകര്യം ഈ സമൂഹം കൊടുക്കും. അല്ല, അതിനകത്ത് എനിക്കൊരു അഭിപ്രായമുണ്ട് സാർ. ഞാനത് മുമ്പൊരിക്കലും പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കുള്ള പരിഗണനയേ ഉള്ളൂ നമ്മളിവിടെ. ന്യൂനപക്ഷങ്ങൾ ഇത് അവകാശമായിട്ട് ക്ലെയിം ചെയ്യുകയാണ്. ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നാണ്. ന്യൂനപക്ഷ പരിഗണന മാറിയിട്ട് ഇപ്പോൾ ന്യൂനപക്ഷ അവകാശങ്ങളായിട്ട് മാറി. അതല്ല കൺസെപ്റ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ന്യൂനപക്ഷങ്ങളെക്കാളും എത്രയോ നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് ആളുകൾക്ക് പാരമ്പര്യമുള്ള എത്തനിക് കമ്മ്യൂണിറ്റി ഇവിടെയുണ്ട്. അവരെ പരിഗണിക്കട്ടെ. ഈ എത്തനിക് കമ്മ്യൂണിറ്റി വല്ലാണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ജാതികൾ, പല സമുദായങ്ങൾ ഒക്കെ ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു എത്തനിക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എത്തനിക് കമ്മ്യൂണിറ്റി റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു നിയമം വന്നാൽ എങ്ങനെ ഇരിക്കും? അവരെ മുഴുവൻ ന്യൂനപക്ഷമായിട്ട് കരുതണ്ടേ? അതായത് ബുദ്ധിസ്റ്റുകൾ, ഈ പറഞ്ഞ പോലെ സിഖുകാർ, ജൈന മതക്കാർ. അത് മാത്രമല്ല സാർ, എത്തനിക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ മുഴുവൻ വരും. അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നോർത്ത് ഈസ്റ്റിൽ ഈ ക്രിസ്ത്യാനികൾ കൂടുതലൊക്കെ ഉള്ളൊരു സമൂഹമാണല്ലോ. ആ നോർത്ത് ഈസ്റ്റിലുള്ള ഹിന്ദുക്കൾ ന്യൂനപക്ഷമല്ലേ? അതെ, ആണല്ലോ. ന്യൂനപക്ഷത്തെ നിശ്ചയിക്കുന്ന ദേശീയ അടിസ്ഥാനത്തിലല്ല, പ്രാദേശിക അടിസ്ഥാനത്തിൽ വേണം. ജില്ലയിൽ പോലും മലപ്പുറത്ത് ചെന്നാൽ മലപ്പുറത്ത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷാവകാശങ്ങൾ മലപ്പുറത്ത് ഇതിനോ നോർത്ത് ഈസ്റ്റിൽ പോയിട്ട് ഹിന്ദു സമൂഹം മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ തുടങ്ങിയിരിക്കട്ടെ. അപ്പോൾ അവിടുത്തെ ന്യൂനപക്ഷാവകാശങ്ങൾ ഹിന്ദുക്കൾക്ക് കൊടുക്കണ്ടല്ലേ? അല്ല, കിട്ടില്ല. അപ്പോൾ നാഗാലാൻഡിൽ ഒരു 1% ഉള്ളൂ ഹിന്ദു. പക്ഷേ അവിടുത്തെ ന്യൂനപക്ഷ പദവി കിട്ടുന്നത് മുഴുവൻ അവിടെ ഭൂരിപക്ഷത്തിലാണ്. അത് ശരിയല്ലല്ലോ. അതും മാറ്റണം. അത് മാറണ്ടേ? ഏതായാലും മോഹൻജിയുടെ ഈ ചർച്ചകളുടെ ഒരു തുടർ ചർച്ച, ഈ പ്രസംഗത്തിൻ്റെ തുടർ ചർച്ചകളുടെ ഭാഗമായി എന്തുകൊണ്ട് ഒരു എത്തനിക് കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം ഇന്ത്യയിലായിക്കൂടാ? ചിന്തിക്കണ്ടേ? അതുപോലെ ന്യൂനപക്ഷത്തെ നിർണ്ണയിക്കുന്നത് ദേശീയ അടിസ്ഥാനത്തിൽ ഒരു സ്കെയിൽ വെച്ച്. കാശ്മീർ നോക്കൂ. കാശ്മീരിൽ ആരാ ന്യൂനപക്ഷം? പഞ്ചാബിൽ ആരാ ന്യൂനപക്ഷം? അതെ, സിഖുകാർക്ക് ന്യൂനപക്ഷ പരിഗണനയുണ്ട്. പഞ്ചാബിൽ മഹാഭൂരിപക്ഷം അവരാണ്. കാശ്മീരിൽ മുസ്ലിങ്ങൾക്ക് ന്യൂനപക്ഷം, പക്ഷേ ഹിന്ദുക്കൾ അവിടുത്തെ യഥാർത്ഥ എണ്ണത്തിൽ കുറവ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുത്തണം. അതും കൂടെ മോഹൻജിയുടെ തുടർ പ്രസംഗങ്ങളിൽ വരട്ടെ. മാത്രമല്ല, ധാരാളം വയസ്സായ ഹിന്ദുക്കൾ ഇപ്പോൾ ഉണ്ടല്ലോ. ഹജ്ജ് സബ്സിഡി കൊടുക്കുന്ന പോലെ എന്തുകൊണ്ടൊരു കാശി സബ്സിഡി, കാശി യാത്രയ്ക്ക് ഹജ്ജ് സബ്സിഡി നിർത്തി? അല്ല, ആലോചിക്കാവുന്നതാണല്ലോ. ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നതല്ലേ? അതെ, 10-75 വർഷം ഉണ്ടായിരുന്നു. അന്നേരം അടുത്ത 70-75 വർഷം കാശിയുടെ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ആലോചിക്കേണ്ടതാണ്. മൂന്നാം മോദി സർക്കാർ കുറച്ചൊക്കെ ഒന്ന് ഫാസിസ്റ്റായ കൊള്ളാൻ നമ്മൾ ആദ്യകാലം തൊട്ടേ ഫാസിസ്റ്റ് ഒന്ന് പേരുമായി, ഫാസിസ്റ്റ് എന്നുള്ള പേരുമായി അങ്ങോട്ട് എത്തിയിട്ടുമില്ല. വർഗീയത ഇപ്പം മതേതരത്വം എന്ന് പറയുന്നത് വർഗീയതയ്ക്കാണ് എന്നും വന്നു. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.